നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരി സാധാരണത്തെ പോലെ ഓഫീസിലെത്തി. അവൾ വരുന്നത് കണ്ട് അപർണ ചോദിച്ചു, ഇന്നലെ എവിടെയായിരുന്നു? പനിയായിരുന്നു, ഗൗരി പറഞ്ഞു. ഒന്ന് വിളിച്ചു പറഞ്ഞതുപോലും ഇല്ല അല്ലേ? അപർണ ചോദിച്ചു. വിളിക്കാൻ പറ്റിയില്ല, ഗൗരി പറഞ്ഞു. ചെല്ല്, എപ്പോഴും പറയാതെയാണ് ലീവ് എടുക്കുന്നതെന്ന് പറഞ്ഞ് ഇന്നലെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും വഴക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്, അപർണ പറഞ്ഞു. മഹാദേവ, രാജീവേട്ടൻ പറഞ്ഞിട്ടുള്ളതാ കൂടുതൽ ലീവ് എടുക്കരുതെന്ന്. എന്നാൽ ഇപ്പം പറയാതെ എത്ര ലീവായി എടുക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ പതിയെ അവളുടെ സീറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. എപ്പോഴും എന്താ ഗൗരി നീ പറയാതെ ലീവ് എടുക്കുന്നത്? നിനക്ക് ഈ ജോലി വേണമെന്നില്ലേ? ഗൗരിയെ കണ്ട് സ്റ്റെഫി ചോദിച്ചു. വിളിച്ചു പറയാൻ കയ്യിൽ ഫോണില്ലായിരുന്നു, ഗൗരി പറഞ്ഞു. നിന്റെ കയ്യിൽ ഫോണില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കായിരുന്നില്ലേ? സ്റ്റെഫി ചോദിച്ചു. അവൾ പറയാൻ ഉത്തരമില്ലാതിരുന്നു. അഞ്ജലിയും നാൻസിയും ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരിയെ കണ്ട് മുറുമുറുത്തു. രാജീവ് ചോദിക്കാന്നല്ലേ പറഞ്ഞത്? ചോദിക്കുന്നുണ്ടോന്ന് നോക്കട്ടെ, അഞ്ജലി പറഞ്ഞു. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് ഗൗരി തല താഴ്ത്തി തൻ്റെ സീറ്റിലിരുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും അവളുടെ ഉള്ളിൽ വലിയൊരു ഭയമായിരുന്നു. സ്റ്റെഫി ചോദിച്ച ചോദ്യം അപ്പോഴും അവളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാമായിരുന്നില്ലേ എന്ന്. തൻ്റെ ജീവിതത്തിലെ സങ്കീർണതകൾ ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ അവൾ മൗനം പാലിച്ചു. അല്പസമയത്തിന് ശേഷം ക്യാബിനിൽ നിന്ന് രാജീവ് പുറത്തേക്ക് വന്നു. ഗൗരിയെ കണ്ടതും അയാളുടെ മുഖം ഗൗരവത്തിലായി. ഗൗരി, ഒന്ന് ക്യാബിനിലേക്ക് വരൂ, രാജീവ് കർക്കശമായ സ്വരത്തിൽ പറഞ്ഞു. അപർണയും സ്റ്റെഫിയും പരസ്പരം നോക്കി. അഞ്ജലിയുടെയും നാൻസിയുടെയും മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. ദീപ അവളുടെ മുഖത്തു നോക്കി പേടിക്കണ്ട എന്ന അർത്ഥത്തിൽ കണ്ണിറുക്കി കാണിച്ചു. ഗൗരി വിറയ്ക്കുന്ന കൈകളോടെ എഴുന്നേറ്റ് രാജീവിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഗൗരി ഇരിക്ക്, രാജീവ് കസേരയിലേക്ക് വിരൽ ചൂണ്ടി. എന്താ ഗൗരി ഇത്? ഈ മാസം എത്ര തവണയായി നീ പറയാതെ ലീവ് എടുക്കുന്നു? രാജീവ് ചോദിച്ചു. രാജീവേട്ടാ, പനിയായിരുന്നു, ഗൗരി പറഞ്ഞു. പനിയായിരുന്നെങ്കിൽ ഒരു മെസ്സേജെങ്കിലും അയക്കാനുള്ള മര്യാദ കാണിക്കണ്ടേ? രാജീവ് ചോദിച്ചു. എൻ്റെ കയ്യിൽ ഫോണില്ല രാജീവേട്ടാ, ഗൗരി പറഞ്ഞു. നിന്റെ കയ്യിൽ ഫോണില്ലെങ്കിൽ വീട്ടിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ ഫോണുണ്ടാവില്ലേ? രാജീവ് ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് രാജീവിന് മനസ്സിലായി. രാജീവേട്ടാ, ഇനി ഇത് ആവർത്തിക്കില്ല, കണ്ണ് നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. രാജീവ് അവളുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളിലെ നിസ്സഹായത അവനിൽ നേരിയ സംശയമുണ്ടാക്കി. ഗൗരി, നിനക്കെന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയ്, രാജീവ് ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ തല താഴ്ത്തി തന്നെ ഇരുന്നു. ഇത്തവണത്തേക്ക് കൂടി ക്ഷമിക്കാം, ഇനി ഇത് ആവർത്തിക്കരുത്. ഇവിടെ നീ ഒരാൾ മാത്രമല്ല ജോലി ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൂടി ഞാൻ മറുപടി പറയണം. ഇനി ഇത് തുടർന്നാൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചെല്ല്, രാജീവ് പറഞ്ഞു. എന്ന് മോളി തലയാട്ടി സമ്മതിച്ച് അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോന്നു. ക്യാബിന് പുറത്തിറങ്ങിയ ഗൗരിയെ വരവേറ്റത് സഹപ്രവർത്തകരുടെ കുത്തുന്ന നോട്ടങ്ങളായിരുന്നു. അഞ്ജലി അവിടുന്ന് എഴുന്നേറ്റ് രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. എന്താ രാജീവ്, ഡിസിപ്ലിൻ ഇല്ലായ്മയ്ക്ക് അവൾക്ക് മെമ്മോ കൊടുക്കുന്നതൊന്നും ഇല്ലേ? മാഡം, നിങ്ങൾക്ക് ഒരുപാട് തവണ വാണിംഗ് തന്നതിന് ശേഷം മെമ്മോ കിട്ടിയത്. ഗൗരിക്കിത് ഫസ്റ്റ് വാണിങ്ങാ, രാജീവ് പറഞ്ഞു. അത് കേട്ട അഞ്ജലിക്ക് വല്ലാതൊരു ചമ്മൽ തോന്നി. അവൾ ദേഷ്യത്തോടെ അവിടുന്ന് പോന്ന് അവളുടെ സീറ്റിലിരുന്ന് ഉറക്കെ പറഞ്ഞു. ചിലർക്കെപ്പോഴും ഇങ്ങനെ കരഞ്ഞു കാണിച്ചാൽ മാപ്പ് കിട്ടും, നമുക്കതൊന്നും പറ്റില്ലല്ലോ. ഗൗരി ഒന്നും കേൾക്കാത്തതുപോലെ അവളുടെ സീറ്റിലിരുന്നു. ദേവനും അഡ്വക്കേറ്റ് വിശ്വനാഥനും ആൾത്തിരക്കില്ലാതെ ഒഴിഞ്ഞൊരു ഭാഗത്ത് പോയി നിൽക്കുകയായിരുന്നു. നമ്മൾ കുറച്ചു നേരമായി ഇവിടെ നിൽക്കുന്നു. എന്താ ദേവ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് അങ്കിൾ. അങ്കിളിനോട് വീണ്ടും അതെങ്ങനെ പറയുന്ന ആലോചിച്ച് നിൽക്കുക ഞാൻ. ഒരിക്കൽ തോറ്റ കേസാ അങ്കിൾ. എനിക്കിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്നത് പോലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹേമയിൽ നിന്ന് ഡിവോഴ്സ് വേണം, ദേവൻ പറഞ്ഞു. അപ്പോൾ ദേവൻ ഹേമയ്ക്ക് അവൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചോ? വിശ്വനാഥൻ ചോദിച്ചു. ഇല്ലങ്കിൾ, അവൾക്ക് ഞാൻ 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കില്ല. അല്ലാതെ തന്നെ എനിക്ക് ഡിവോഴ്സ് വേണം. എന്നെ ഒരു മാനസിക രോഗിയാക്കി കാമുകനോടൊപ്പം പോയി ജീവിക്കുന്ന അവൾക്ക് എന്തിനാണ് അങ്കിൾ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? അവൾ എൻ്റെ ജീവിതമല്ലേ തകർത്തത്, ദേവൻ ചോദിച്ചു. വിശ്വനാഥൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് ദേവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു. ദേവ, നിയമം വൈകാരികതയിലല്ല,
പ്രായോഗികതയിലാണ് വിശ്വസിക്കുന്നത്. നീ വിവാഹത്തിന് മുമ്പ് തന്നെ മാനസിക രോഗിയായിരുന്നു എന്ന് അവൾ ചിത്രീകരിച്ചു കഴിഞ്ഞു. കോടതിയിൽ അതൊരു വലിയ ആയുധ. ആ തെളിവുകൾ നിലനിൽക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാതെ ഡിവോഴ്സ് കിട്ടുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് അവളൊരു പ്രശസ്തയായ ഡോക്ടർ കൂടിയാണ്. അവൾ ഹാജരാക്കിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ വ്യാജാണെന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം തന്നെ ചികിത്സിച്ചു എന്ന് പറയുന്ന ആ ഡോക്ടർ പറഞ്ഞത് സത്യമാണെന്ന് തൻ്റെ അമ്മ പോലും കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. നിയമത്തിൻ്റെ കണ്ണിൽ അവൾ ഒരു ഇരയാണ്. നീ മാനസിക രോഗിയും. ദേവൻ പല്ലിറുക്കി. പക്ഷേ അങ്കിൾ, അവളും അവളുടെ കാമുകനും തമ്മിലുള്ള ബന്ധം അത് വെച്ച് ഡിവോഴ്സ് കിട്ടില്ലേ? ദേവൻ ചോദിച്ചു. അവൾക്കൊരു കാമുകനുണ്ടെന്ന് നീ പറയുന്നതല്ലാതെ അതിന് വേറെ തെളിവൊന്നുമില്ലല്ലോ. കോടതിയുടെ കണ്ണിൽ നീ ഒരു മാനസിക രോഗിയാണ്. നീ പറയുന്നതെല്ലാം നിന്റെ തോന്നലുകളാണെന്ന് അവർ വരുത്തി തീർത്തില്ലേ? ഒരു ഡോക്ടറുടെ വാക്കിന് കോടതി നൽകുന്ന വില നിനക്കറിയാലോ. അത് മാത്രമല്ല, മാനസിക രോഗിയായ ഭർത്താവിനെ വിട്ട് കാമുകനൊപ്പം ജീവിക്കുന്നു എന്നത് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാനുള്ള കാരണമാകുന്നില്ല. അദ്ദേഹം അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഹേമയുടെ കാര്യത്തിൽ നിന്റെ മുന്നിൽ 2 വഴികളാണുള്ളത്. വിവാഹത്തിന് മുമ്പ് നീ മാനസിക രോഗി ആയിരുന്നില്ല എന്ന് തെളിയിക്കുക. മെഡിക്കൽ റിപ്പോർട്ട്സ് ഉള്ളതിനാൽ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ വർഷങ്ങളോളം കോടതി കയറിയിറങ്ങി ആ സമയം അത്രയും നിന്റെ ജീവിതം സ്തംഭിച്ച് നിൽക്കും. അല്ലെങ്കിൽ ചോദിക്കുന്ന തുക നൽകി ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുക. നിന്റെ സമാധാനത്തിനും പുതിയൊരു ജീവിതത്തിനും നീ നൽകുന്ന വിലയായി ഇതിനെ കണ്ടാൽ മതി. ഒരു പെണ്ണിന് ആണിൻ്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാം. നശിച്ചത് ആണിൻ്റെ ജീവിതമാണെങ്കിൽ കൂടി ഒരു പെണ്ണിന് നഷ്ടപരിഹാരം കൊടുക്കണം. ഇതാണോ നിയമം? സത്യം പടിക്ക് പുറത്തു നിൽക്കുമ്പോഴും നീതിയുടെ തുലാസ് ഒരു വശത്തേക്ക് മാത്രം ചെരിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാ? ദേവൻ ചോദിച്ചു. ദേവൻ, തൻ്റെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കോടതിയിൽ മനസ്സിൻ്റെ വികാരം നോക്കിയല്ല, തെളിവുകൾ നോക്കിയാ വിധിയുണ്ടാകുന്നത്, വിശ്വനാഥൻ പറഞ്ഞു. അങ്കിൾ, അവൾ ഞാനുമായുള്ള വിവാഹത്തിനു മുമ്പ് തന്നെ ലണ്ടനിൽ മറ്റൊരാളോടൊപ്പം ജീവിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം അവൾ അതെന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ടും ഞാൻ അവളോട് ക്ഷമിച്ച് അവളെ എൻ്റെ ഭാര്യയായി തുടരാൻ അനുവദിച്ചത് അമ്മയ്ക്ക് വേണ്ടി മാത്രാ. എന്നാ ഭാര്യ മാത്രമല്ല, അമ്മ കൂടിയാ എന്നെ ചതിച്ചത്. ഞാനൊരു മാനസിക രോഗിയായിരുന്നു എന്ന് അമ്മ പോലും സമ്മതിച്ചില്ലേ? ദേവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ദേവ, നീ അനുഭവിക്കുന്ന നീറ്റൽ എനിക്ക് മനസ്സിലാകും. സ്വന്തം അമ്മ പോലും തനിക്കെതിരെ മൊഴി നൽകിയെന്നത് ഏതൊരു മകനും താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഹേമയെക്കുറിച്ചുള്ള ഇക്കാര്യം നേരത്തെ പറയാതിരുന്നതെന്താ? വിശ്വനാഥൻ ചോദിച്ചു. ആ ഒരു രീതിയിൽ പോലും ഞാൻ ചതിക്കപ്പെട്ടുവെന്ന് മറ്റാരും അറിയണ്ടെന്ന് കരുതി, ദേവൻ പറഞ്ഞു. നിന്നെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിച്ചത് നിന്റെ സ്വത്തുക്കളിലും നിന്റെ ജീവിതത്തിലും അവൾക്ക് അധികാരം കിട്ടാനാണ്. അമ്മയെ അവൾ സ്വാധീനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷേ ലണ്ടനിലെ അവളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ കഴിയുമോ? ഫോട്ടോകളോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളോ? അതും അല്ലെങ്കിൽ അവിടെ കൂടെ കഴിയുന്ന ആളെക്കുറിച്ചുള്ള വിവരങ്ങളോ? വിശ്വനാഥൻ ചോദിച്ചു. ദേവൻ ഒരു നിമിഷം ആലോചിച്ചു. അവളുടെ ലാപ്ടോപ്പിൽ ചില മെയിലുകൾ ഞാൻ കണ്ടിരുന്നു അങ്കിൾ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാ അവൾ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ അവളുടെ കൈവശല്ലേ, ദേവൻ പറഞ്ഞു. വിശ്വനാഥൻ്റെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. അതൊരു തെളിവാണ് ദേവ. ഡിജിറ്റൽ തെളിവുകൾ മായ്ച്ചു കളഞ്ഞാലും വീണ്ടെടുക്കാൻ വഴികളുണ്ട്. നീ തളരണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരരുത്, വിശ്വനാഥൻ പറഞ്ഞു. ദേവൻ അയാളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അയാൾ തുടർന്നു. ജയിലിൽ നിന്നിറങ്ങി ഭാനു എവിടെ പോയെന്നറിയില്ല. അത് കേട്ടതും ദേവന് ദേഷ്യം വന്നു. ദേവൻ, ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നത് സമാധാനായി കേക്ക്. ഭാനു നിനക്കെതിരെ മൊഴി നൽകിയെങ്കിൽ അത് നീ വിചാരിക്കുന്നത് പോലെ ഭരതനോടുള്ള കടപ്പാടൊന്നും ആയിരിക്കില്ല. അവളെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അവൾ എവിടെയെന്ന് അറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെക്കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു, വിശ്വനാഥൻ പറഞ്ഞു. എന്ത് ഭീഷണിപ്പെടുത്തിയായിരിക്കും അങ്കിൾ വിവാഹത്തിനു മുമ്പ് ഞാൻ മാനസിക രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ രേഖകളുണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്? എന്തൊക്കെയോ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞ് എനിക്ക് ദിവസം അവർ ടാബ്ലറ്റ്സ് തരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മയല്ലേ തരുന്നത്. അതിൽ അവിശ്വസനീയമായി എനിക്കൊന്നും തോന്നിയില്ല. മക്കളെക്കാൾ അവർക്ക് വലുത് അയാളായിരുന്നു. ആ സ്ത്രീയെക്കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. എങ്ങനെയെങ്കിലും ഹേമയുമായിട്ടുള്ള ഡിവോഴ്സ് എനിക്ക് വേണം. അതിന് അങ്കിൾ എന്നെ സഹായിക്കണം, ദേവൻ പറഞ്ഞു. ശ്രമിക്കാം ദേവ. വെറും ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ദേവനുമായുള്ള വിവാഹത്തിന് മുമ്പ് മറ്റൊരാളോടൊപ്പം ജീവിക്കുമായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയില്ല. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ താൻ ഇക്കാര്യത്തിൽ വിജയിക്കും, വിശ്വനാഥൻ പറഞ്ഞു. ഗൗരി എനിക്ക് വേണം.
ഹേമയുമായുള്ള ഡിവോഴ്സിന് വേണ്ടി എന്ത് രേഖകളുണ്ടാക്കാനും ഞാൻ ശ്രമിക്കും എന്ന് ചിന്തിച്ച് ദേവൻ അവിടുന്ന് പോയി. അവൻ നേരെ ഓഫീസിലേക്കാണ് പോയത്. അവൻ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് വന്നത്. അത് ശ്രദ്ധിച്ച അഞ്ജലി ഗൗരിയെ ഒന്ന് നോക്കി. അവളും ദേവനെ തന്നെ നോക്കുന്നത് കണ്ട് അഞ്ജലിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അവൾ നാൻസിയെ നോക്കി ദേവനെ ശ്രദ്ധിക്കാൻ ആംഗ്യം കാണിച്ചു. നാൻസിയും ദേവൻ ഗൗരിയെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കി. അവൻ ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗൗരി എഴുന്നേറ്റ് നിന്നെങ്കിലും ഗുഡ് മോർണിംഗ് പറയാതെ ഇരുന്നു. അപ്പോൾ ദേവൻ അവളുടെ അടുത്തെത്തി നിന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും പറയാൻ മറന്നോ? അവൾ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒരു വിക്കലോടെ പറഞ്ഞു, ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ദേവൻ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ഗൗരി എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാവരുടെയും നോട്ടം അവളിലാണെന്നറിഞ്ഞ് അവൾക്ക് ചെറിയൊരു ചമ്മൽ തോന്നി. അവൾ ചമ്മലോടെ അവിടെ ഇരുന്നു. ഓഫീസിലുണ്ടായിരുന്ന എല്ലാവർക്കും വലിയ അത്ഭുതമായി. അഞ്ജലിയും നാൻസിയും ഒരു സംശയത്തോടെ പരസ്പരം നോക്കി. ദീപ സന്തോഷത്തോടെ മനസ്സിൽ ചിന്തിച്ചു, ദേവന് നല്ല മാറ്റമുണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പെടാറാ പതിവ്.